കട്ടായി ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞിപ്പോ. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning. How are you? Good morning, Fine, ma'am. ma'am. Fine, ma'am. How is going there? All are fine there? Good morning, ma'am. Okay, okay. Okay, എല്ലാവരും അല്ലേ? In the former class, I had discussed about which portion? Which or that? Suganya. Suganya, you come forward. The former class, which portion I covered? Suganya. Suganilaya. Yes, ma'am. ഏതാന്ന് പറയൂ. എവിടെ വരെയാണ് നമ്മൾ? ഓക്കെ അല്ലേ? ഞാൻ നോട്ട് കിട്ടിയില്ല എല്ലാവർക്കും? Yes, ma'am. നോട്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെ? Yes, ma'am. Yes. അപ്പോ വിച്ചിനെയും കാറ്റിനെ കുറിച്ച് എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറയണ ആള് മാത്രം ഏതാണ് മ്യൂട്ട് ചെയ്യുക. ഐശ്വര്യ ശിവദാസ്. Yes, ma'am. വിച്ചിനെയും കാറ്റിനെ കുറിച്ചൊക്കെ എന്താ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതൊരു റിലേറ്റീവ് പ്രൊനൗണിൽ യൂസ് ചെയ്യുന്നതാണ് വിച്ച്. അത് വിച്ച് ഒന്നോ മനുഷ്യനല്ലാത്തതോ അല്ലെങ്കിൽ ജീവനില്ലാത്തതോ ആയ കാര്യങ്ങൾക്കാണ് നമ്മൾ വിച്ച് യൂസ് ചെയ്യുന്നത്. മനുഷ്യനല്ലാത്ത ജീവനില്ലാത്തയോ കാര്യങ്ങൾക്ക് നമ്മൾ വിച്ച് മാത്രമല്ല ദാറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? വിച്ച് ആൻഡ് ദാറ്റ് ഉപയോഗിക്കാം അല്ലെ? ഇത് രണ്ടിന്റെ പ്രയോഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ? അതെ മാം. അപ്പോ ഞാൻ പറഞ്ഞു എന്താണ് ഒരു എക്സാമ്പിള്. The Wikipedia dash is a free reference site എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഈ വിക്കിപീഡിയക്ക് എന്തുണ്ട്? ഇൻആനിമേറ്റ് ആണോ അത്? അല്ല. ഇൻആനിമേറ്റ് ആണോ വിക്കിപീഡിയ? ഒരു ഹ്യൂമൻ ബീയിങ് ആണോ? നോ, ഹ്യൂമൻ ബീയിങ് അല്ല. It is not a human being and it is inanimated അല്ലേ? ജീവനില്ലാത്തതല്ലേ? ഒരു അബയോട്ടിക് ക്യാരക്ടർ ആണ് അല്ലെ? ജീവനില്ലാത്ത വസ്തുക്കളാണ് അല്ലെ? ഒരു എന്താണ് ബയോട്ടിക് അല്ല, അബയോട്ടിക് ഫീച്ചേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, ഇൻആനിമേറ്റ് ആണ്. അപ്പോ സോ വി ക്യാൻ യൂസ് വിച്ച് ആൻഡ് ദാറ്റ് ഇൻ ദാറ്റ് ഡാഷ് അല്ലെ? ഞാൻ പറഞ്ഞു തന്നിരുന്നു ഡാഷിന് മുന്നില് എന്താണെന്ന് ആദ്യം നോക്കുക.
ഡാഷിന് മുന്നില് വിച്ച് ആണോ ദാറ്റ് ആണോ പ്രസന്റ് ചെയ്തിരിക്കുക, വിച്ച് ആണോ ദാറ്റ് ആണോ എന്നല്ല, എന്താണ് ഹ്യൂമൻ ബീയിങ് ആണോ ഇൻ അനിമേറ്റ് ആയിട്ടുള്ള, അല്ലെ, ഹ്യൂമൻ ബീയിങ് ഓർ ഇൻ അനിമേറ്റ് സബ്ജക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ ആയോ? ഓക്കെയാണ് മാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. എല്ലാരും മ്യൂട്ട് ചെയ്യാട്ടോ. റിച്ചോ ആരൊന്ന് ഇടാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോ അത് ഇൻ അനിമേറ്റ് അല്ലെ, എന്താണ് ആ തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ നോക്കിയിട്ട് എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? വിക്കിപീഡിയ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആണോ? വിക്കിപീഡിയ ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ, ഇപ്പൊ ഞാൻ പറയണ എന്താണ്, ഇപ്പൊ വേറെ ഏതെങ്കിലും ആളുടെ ഒരു പേര് എഴുതണം, മിസ്റ്റർ ജോൺ എന്ന് എഴുതിയാണ് വിചാരിക്കുക, അല്ലെ? ജോൺ എന്താണ് ഇൻ അനിമേറ്റ് ആണോ? അല്ല, അല്ലേ? ഹീസ് ആൻ ഹ്യൂമൻ ബീയിങ്, അല്ലേ? ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഈ വിച്ചും ദാറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെ? ഇല്ല, അല്ലെ? അവിടെ നമുക്ക് ഉപയോഗിക്കരുത്. അപ്പോ വിക്കിപീഡിയ, അപ്പൊ പ്രത്യേക എസ്പെഷ്യലി എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? എസ്പെഷ്യലി യു വിൽ talk that, അല്ലെ? You will think about it as in the before the dash, which what is situating there, അല്ലെ? എന്താണ് അവിടെ നിൽക്കുന്നത്, എവിടെ? ബിഫോർ ദാറ്റ്, അല്ലെ? ബിഫോർ ഡാഷ്, അല്ലെ? തന്നിരിക്കുന്ന ഡാഷിന് മുന്നിലായിട്ട് എന്താണ് നൗൺ, അല്ലെ? യു ഷുഡ് എന്ത് ചെയ്യണം? യു ഷുഡ് റിയലൈസ് വിച്ച് വൺ ഈസ് ദർ, അല്ലെ? വിച്ച് വൺ ഈസ് സിറ്റുവേറ്റിംഗ് ദർ, അല്ലെ? അവിടെ എന്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇസ് ആൻ എ ഹ്യൂമൻ ബീയിങ് ഓർ എന്താണ്, ഹ്യൂമൻ ബീയിങ് ആണോ ഇൻ അനിമേറ്റ് ആണോ എന്ന് യു ഷുഡ് റെക്കഗ്നൈസ്, അല്ലെ? എന്താണ്, നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം, അല്ലെ? അപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഇവിടെ വിക്കിപീഡിയ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്, അല്ലെ? ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, പിന്നെന്താണ്, ഇൻ അനിമേറ്റ് ആണ്, അല്ലെ? സോ വി ക്യാൻ യൂസ് വിച്ച് ഓർ ദാറ്റ്. ഓക്കെ, ഓക്കെ ആണെങ്കിൽ എല്ലാവരും തമ്പിടുക. ഇപ്പൊ ആർക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഇൻഡിക്കേറ്റ് ത്രൂ യുവർ മെസ്സേജസ്. എന്താ മോളെ, പറയൂ. ഒന്നും കൂടി പറഞ്ഞുതരോ? അതന്നെയാണ് ഞാനിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞത്. എന്താ ചെയ്യാ, മനസ്സിലായില്ല എങ്കില് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് പോർഷൻ യു ക്യാൻ ഇൻഡിക്കേറ്റ്, അല്ലെ? ഇൻഡിക്കേറ്റ് ത്രൂ ദിസ് യുവർ മെസ്സേജസ്. ഓക്കെ, ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ വിക്കിപീഡിയ എന്ന് തന്നെ വേണ്ട, അല്ലെ? ഒരു ക്ലാസ് എന്നോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് എന്നോ കൊടുക്കണം, അല്ലെ? ബെഞ്ച് എന്ന് കൊടുത്തിരിക്കുന്നു, അല്ലെ? ഒരു സെന്റൻസില് അവിടെ ഒരു ബെഞ്ച് എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് അവിടെ ആരാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്? പ്ലേ ബാക്ക് ഷാജി. റെസ്യൂം എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്ന നിവേദ്യ, എന്താ അവിടെ പണി രണ്ടുപേർക്കും? അപ്പൊ എന്താണ്? അപ്പൊ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നിങ്ങള്. ഡാഷിന് മുന്നില് ജീവനുള്ളതോ ജീവനില്ലാത്തതോ അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരു നൗൺ കണ്ടു കഴിഞ്ഞാല് അവിടെ എന്ത് ചേർക്കണമെന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു നോക്കു. അനു, എന്തുറപ്പിക്കണം? കേട്ടില്ലേ? എവിടെ പോയി അയക്കണായിരുന്നു? കേട്ട് ഡാഷിന് മുന്നിൽ ജീവനുള്ള ജീവനില്ലാത്തതാണെങ്കിൽ അതിനുള്ള ജീവനില്ലാത്തതോ? അതങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, എന്താണ് ഗീത, എന്തെന്നാ ഞാൻ പറഞ്ഞത്? ഒന്ന് അനുവിന് പറഞ്ഞു കൊടുത്തേ. ഡാഷിന് മുന്നിൽ നമ്മുടെ വാക്ക്, നമുക്ക് തന്നിരിക്കുന്ന വാക്ക്
എന്താണ് ഒന്നും കേട്ടില്ല. ഓ ഗീത കേക്കണില്ലല്ലോ. അനുവിന്റെ മൈക്രോഫോൺ ഇതാണോ? അല്ല ഞാൻ ഓഫാക്കി വെച്ചിണ്ടായി. അതെ, അന്ന് അത് മ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇനി ജിതൊക്കെ പറയാം. ജിതേ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടോ അവിടെ? അതാണ്. പറഞ്ഞോളൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കേട്ടോളാം കേട്ടോ. നിനക്കില്ലേ പറയാനില്ലേ ഒന്നും? ഹലോ ഐശ്വര്യ. ജിത, നോ പ്രോബ്ലം. ഐശ്വര്യ പറയും. ഐശ്വര്യ. യെസ് മാം. ഒന്ന് പറഞ്ഞു കൊടുക്ക ഐശ്വര്യ. ഐശ്വര്യത്തോടുകൂടി തന്നെ പറഞ്ഞു കൊടുക്കാം. വേവട്ടെ. ഓക്കെ. ഡാഷിന് മുൻപുള്ള സബ്ജക്ട് ഏതാണെന്ന് നോക്കുക. അതായത് മനുഷ്യനാണോ ജീവനില്ലാത്തതോ ആണെങ്കിൽ നമുക്ക് അവിടെ വിച്ച് യൂസ് ചെയ്യാം. അല്ലെ, മനുഷ്യനാണോ എന്നാണോ ഐശ്വര്യ? മനുഷ്യനല്ലാത്തതാണ് അല്ലെ. അത് എന്താണ്? ഹ്യൂമൻ ബീയിങ് അല്ല എങ്കിൽ, ജീവൻ ഇല്ലാത്തതാണെങ്കിൽ അല്ലെ, ഒരു മനുഷ്യനല്ല. ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ് അല്ലെ. അയാൾ ഒരു ജീവൻ ഇല്ലാത്ത ഒരു മനുഷ്യനല്ല എങ്കിൽ അല്ലെ, ഇഫ് നോട്ട് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്, ഇഫ് ആനിമൽ അല്ലെ, ഒരു എന്താണ് ജീവിയോ അല്ലാത്തത്, ഇൻആനിമേറ്റ് ആയിട്ടുള്ളത് അല്ലെ. ഇൻആനിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ജീവൻ ഇല്ലാത്തത് അല്ലെ. അപ്പോ അനിമേറ്റ് എന്ന് വെച്ചാൽ ജീവനുള്ളത്, ഇൻആനിമേറ്റ് എന്ന് വെച്ചാൽ ജീവനില്ലാത്തത് അല്ലെ. ഈ ജീവനില്ലാത്തതും മനുഷ്യനല്ലാത്തതുമായിട്ടുള്ള നൗൺ ആണ് അവിടെ കിടക്കണമെങ്കിൽ എന്ത് ചേർക്കാം നമുക്ക്? വി ഷുഡ് യൂസ് വിച്ച് ആൻഡ്. ഓക്കെയോ? ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്? Yes, ma'am, I understand. ഇനി ആർക്കെങ്കിലും സംശയം? anyhow? ഇല്ല എന്ന് ഞാൻ വിചാരിക്കണു അല്ലെ. ത്രൂ ദിസ് മെസ്സേജ് യു ക്യാൻ ഇൻഡിക്കേറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ് പോർഷൻ. ഓക്കെ, ആൻഡ് നൗ വി ആർ ഗോയിങ് ടു. മാം, യെസ് സുനിത. മനുഷ്യനല്ലാത്തത് എന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തത് എന്ന് പറഞ്ഞു. ഇപ്പൊ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അപ്പൊ എങ്ങനെ വരാ? ഇപ്പൊ ഡാഷിന് മുന്നേ വല്ല പ്ലാന്റ് അതൊക്കെ ഉണ്ടോ? ജീവൻ ഉണ്ടല്ലോ അല്ലെ. പക്ഷേ നമ്മള് പ്ലാന്റിന് ജീവൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചേർക്കും? എന്താ ചേർക്ക? വിച്ചോ ദാറ്റോ ചേർക്കാറോ കേട്ടോ. ഓക്കെ മാം. നമ്മുടെ സങ്കല്പത്തിൽ അവയ്ക്ക് എന്തില്ല? അവർക്ക് ചലനമില്ലല്ലോ അല്ലെ. മോഷൻലെസ് ആണ് അല്ലെ. ജീവനുള്ളവയെന്ന് പറയുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ടല്ലോ ഇല്ലേ സുനിത? Standing on that place. They are all places. They are not, they are motionless. അതുകൊണ്ട് അവരെ ഇൻആനിമേറ്റ് എന്ന് കരുതാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ സയന്റിഫിക് ആയിട്ട് എന്താണ്? അവയ്ക്ക് ജീവനുണ്ട്. പക്ഷെ in English we are using as which or that. Okay. അപ്പോ മനുഷ്യനല്ലാത്ത ജീവികളോ അല്ലെങ്കിൽ മനുഷ്യനല്ല എന്ന്, അതാണ് മനുഷ്യനല്ലാത്ത ജീവികൾ എന്ന് പറയുന്നത്. ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ഉണ്ടാവും അല്ലെ. അവയ്ക്ക് തൊട്ട് മുന്നിലായിട്ട് എന്ത് ചേർക്കാം? വിച്ച് ഓർ ദാറ്റ്. അവയ്ക്ക് ഡാഷിന് മുന്നിലായിട്ട് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ചേർക്കാം അല്ലെ. ഇനി അപ്പൊ അങ്ങനത്തെ കേസിലാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ചേർക്കാമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തു? The rod. The rod. ഞാനൊരു കോമ ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ട് വെച്ചു. അത് എന്റെ കോമ വലുതായി പോയല്ലോ. ഒരു കോമ ഡാഷ് ഇട്ട് വെച്ചു അല്ലെ. ഇതിപ്പോ എന്തോ ആരോസ് പോലെ ആയിപ്പോയി. റോഡ് ഇട്ടിട്ട് കോമ ഇട്ടിട്ട് ഡാഷ് ടേക്സ് യു. ഇവിടെ കോമ ഇല്ലാന്ന് വെച്ചോളൂ കേട്ടാ.
ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും ഇല്ല, ചോദിക്കുന്ന ഒരാള് മാത്രം ഇങ്ങോട്ടേക്ക് വരിക, അതിന് ആൻസർ പറയാം. എന്നാലാണ് എനിക്ക് അവരും കൂടി മനസ്സിലായെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ദേവിക, ദേവിക, എവിടെ ദേവിക? വരൂ, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വേഗം വരൂ. ഇല്ലേ ദേവിക എവിടെ പോയു? ദേവികേ, ആ വാ. ആ ദേവികേ, ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയേക്കണ കണ്ടോ? കണ്ടു അല്ലേ? ഒന്ന് വായിച്ചേ. The road dash takes you to the railway station. അപ്പൊ ഇവിടെ എന്ത് ചേർക്കും? ഇപ്പൊ ഞാൻ അവിടെ ഒരു കോമ ഇട്ടില്ലാന്ന് വിചാരിക്കേ. നോൺ കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ടില്ല, ഡാഷിന് മുന്നിൽ നമ്മൾ ഒരു കോമ കണ്ടില്ലാന്ന് വിചാരിക്കും. അപ്പൊ ദേവിക എങ്ങനെയൊക്കെ ആയിരിക്കും എന്താണ് വിച്ചല്ലെങ്കിൽ ദാറ്റ് അല്ലെ? വിച്ചല്ലെങ്കിൽ ദാറ്റ് അവിടെ വരുള്ളൂ എന്ന് നമുക്കറിയാലോ അല്ലേ ദേവിക? ആണോ? പറയുന്നത് കറക്റ്റ് ആണോ? ആണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അവിടെ വിച്ചല്. The road which എന്ന് പറയുമ്പോ തേക്കുന്നു വരുള്ളൂ. വരാൻ പാടില്ലാന്നുണ്ടോ? ഇല്ല, ദാറ്റ് വരില്ല. എന്റെ ദേവിക എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോ അല്ല ദേവികക്ക് എന്തുകൊണ്ടാണ് വിച്ചല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാന്ന് തോന്നിയത്? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഒന്ന് പറഞ്ഞേ. വിച്ചല്ലെങ്കിൽ ദാറ്റ് എന്ന് പറഞ്ഞാ അല്ല, ആ ഒരു സെന്റൻസിന് യോജിച്ചത് വിച്ചായിരിക്കും, അതുകൊണ്ട് പറഞ്ഞു. അല്ല, എന്തുകൊണ്ട് അങ്ങനെ യോജിച്ചത് വിച്ചാണെന്ന് തോന്നി? അങ്ങനെ ഒരു തോന്നലിന് എന്താ കാര്യം? ഒരു സെന്റൻസ് വായിച്ചപ്പോ the road which takes you to the railway station. അല്ല, നമുക്ക് തോന്നാൻ എന്താ കാരണം എന്നാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ അങ്ങോട്ട് തോന്നി അല്ലേ? തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? എന്റെ മനസ്സിലങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു അല്ലേ? അല്ലേ ദേവിക? ദേവിക അവിടെ നിന്നോട്ടോ ദേവിക. ഇനി അടുത്ത ആളോട് ചോദിക്കുമ്പോ അതിന്റെ ആൻസർ ദേവിക്ക് കിട്ടും കേട്ടോ. കുഴപ്പമില്ല അല്ലെ? പറയാനുള്ള ഇത് കാണിച്ചല്ലോ. അപ്പൊ പിച്ചല്ലെങ്കിൽ ദാറ്റാണെന്നുള്ളത് ദേവിക പറഞ്ഞു അല്ലെ? ഇനി ഞാൻ വിളിക്കുന്ന ഒരാൾ ഇതൊന്ന് ദേവികക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഒരു കനക. എവിടെ കനക? എവിടെ കനക? എവിടെ പോയി? പോയോ? ഇല്ലേ? എവിടെ? കനകയില്ല എവിടെ? എവിടെ കനക? ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ. വേണ്ട, സുഭാഷ് പറയും. സുഭാഷേ, പറഞ്ഞോളൂ സുഭാഷ്. യെസ് മാം. ഒരു പേരെന്താ? സുഭാഷിന്റെ പേരെന്താ? ശ്രീജിഷ. എന്താ? ശ്രീജിഷ. ശ്രീജിഷ. ഒരു വേർഡ് തരുമ്പോ ഒരു കോമ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ വിച്ച് യൂസ് ചെയ്യണം. അത് ഓക്കെ. എന്റെ ക്വസ്റ്റ്യൻ അതല്ല, എന്തുകൊണ്ട് അവിടെ ശ്രീജിഷ അവിടെ വിച്ച് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ പല പ്രാവശ്യം നേരത്തെ പറഞ്ഞതല്ലേ. ജീവനില്ലാത്തത്. ആർക്ക് ജീവനില്ലൂടെ? റോഡിന് ജീവനില്ല അല്ലെ? ജീവനില്ലാത്ത വസ്തുക്കൾക്ക്, മനുഷ്യനില്ലാത്തവയ്ക്കും അവയ്ക്കൊക്കെ ശേഷം ഞാൻ എന്തെഴുതണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ചല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ ഇവിടെ ഞാൻ എന്താ തന്നിരിക്കുന്നത്? മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ദേവിക, ദേവിക, ഇവിടെ ഞാൻ സെന്റൻസിന് റോഡ് കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കണേ? ഒരു കോമ.
കോമ തന്നു അല്ലേ? കോമ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ദാറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. ആ ദേവിക്ക് എന്താ നേരത്തെ പറഞ്ഞ എന്താ? ദാറ്റ് അല്ലെങ്കിൽ വിച്ച്. ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ഉപയോഗിക്കാം. ഏതാണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് ഇന്നതാ ചേർക്കാൻ പാടുള്ളൂ എന്ന് തോന്നിയത് പറഞ്ഞ ഏതാ? വിച്ച്. വിച്ച് അല്ലേ? എന്താണെന്ന് കാരണം സെന്റൻസ് എന്നൊരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റി അതുകൊണ്ടാണോ? അങ്ങനെയല്ല, ഫ്ലുവൻസി ചെയ്തുകൊണ്ടാണോ? അങ്ങനെയും പറയാം. അങ്ങനെയും പറയാം അല്ലെ? ഒരു ഫ്ലുവൻസി കിട്ടി. അപ്പൊ ഞാൻ ടീച്ചറെ അതവിടെ വിച്ചങ്ങാട് ചേർത്ത് വെച്ചു അല്ലെ? അങ്ങനെയാണ് കാര്യം വന്നത് അല്ലെ? അങ്ങനെയല്ല കേട്ടോ. ദ റോഡ് എന്ന് പറയുന്നത് ജീവനില്ലാത്തതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. മനുഷ്യനില്ലാത്ത വസ്തുവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം ആ നൗണിന് ശേഷം ഒരു കോമ കണ്ടു കഴിഞ്ഞാല് ആ ഡാഷിന് മുന്നേ ഒരു കോമ കണ്ടു കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് ദാറ്റ് ഉപയോഗിക്കാനുള്ള ഒരു പ്രിഫറൻസും നിങ്ങൾക്ക് ഇല്ല. അവിടെ എന്ത് മാത്രം ഉപയോഗിക്കാം? യു ഷുഡ് യൂസ് വിച്ച്. എന്താ ഉപയോഗിക്കണ്ടേ? വിച്ച്. മനസ്സിലായോ അമൃത? യെസ് മാം. മനസ്സിലായി. ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? Anyone have any doubts in which and that? The uses of which and that? ആർക്കാ? നിവിയക്ക് അല്ലേ? ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. എന്റെ മക്കളെ, നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഡാഷിന് മുന്നിൽ ഒരു കോമയാണെങ്കിൽ മനസ്സിലാക്കണുണ്ടോ? ഡാഷിന് മുന്നിൽ ഒരു കോമയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? വിച്ച് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. അതങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് പതിച്ച് അങ്ങോട്ട് വെക്കുക. കേട്ടില്ലേ? അത് എന്താണെങ്കിൽ മാത്രം, ആ കോമയ്ക്ക് മുന്നില് എന്താണെങ്കിൽ മാത്രം, മനുഷ്യനല്ലാത്ത അല്ലേ? മനുഷ്യനല്ലാത്തതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ കണ്ടു കഴിഞ്ഞാല്, കോമയും കണ്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യാം? എന്ത് ഉപയോഗിക്കാം? ഐശ്വര്യ മനസ്സിലായോ? ഐശ്വര്യ? ഓക്കെ മാം. ഓക്കെ അല്ലേ? വിഷ്ണുപ്രിയ? 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 ക്ലാസ്സിൽ കയറിയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി കളഞ്ഞോ? വിഷ്ണുപ്രിയനെ കാണാനില്ല. തൻഹ? കേൾക്കണില്ലേ ഞാൻ വിളിക്കണതൊന്നും? ഇല്ല. സനീഷ്? ഇല്ല, ആരുമില്ല. എല്ലാവരും പോയി കളഞ്ഞോ? ഓക്കെ, ശരി. എന്നാല് നമുക്ക് ക്ലാസ് തുടരാം. ആരുമില്ലാന്ന് തോന്നണു. ഉണ്ട് മാം. ഉണ്ട് അല്ലെ? ആരാണുള്ളത്? ഉമാദേവി. ഉമാദേവിയൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊന്നും കാണാനില്ലല്ലോ. ഉമാദേവി ഞങ്ങളുണ്ട് മാം. ഞങ്ങളുണ്ട് മിസ്. ഉണ്ട്. പക്ഷെ ഞാൻ വിളിക്കുന്നവർ ഒന്ന് റെസ്പോണ്ട് ചെയ്താലല്ലേ നമ്മുടെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോവുള്ളൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് എന്താ കാര്യം? നിങ്ങളും കൂടി റെസ്പോണ്ട് ചെയ്യണം. അപ്പോഴല്ലേ നമ്മുടെ ക്ലാസ്സിന് ഒരു എനർജി കിട്ടുള്ളൂ.
തെറ്റാണെങ്കിലും ഞാൻ പറയാറുണ്ട്. എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലാവണ്ടേ. ആ അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ എല്ലാവരും എന്ത് ചെയ്യാ, ഞാൻ വിളിക്കുന്ന ആളൊന്ന് ക്ലാസ്സിലുണ്ട് തെറ്റിക്കോട്ടെ. ഞാൻ പല പ്രാവശ്യവും പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതില് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നാലും കുഴപ്പമില്ല, തിരുത്തി തരാലോ അല്ലേ? എല്ലാവരും ഇപ്പൊ റെഡിയല്ലേ? യെസ് മാം. ഈ ഈ ഗ്രൂപ്പില് ഇതിൽ തന്നെ ടീച്ചേഴ്സ് ആയിട്ട് പോയ പലരും ഒക്കെ ഉണ്ടാവും അല്ലെ? എത്ര പേരുണ്ട്? ടീച്ചർമാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കുട്ടികളെ പഠിപ്പിച്ച് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതില്? ആരാണത്? സന്ധ്യോ? സന്ധ്യ അല്ലേ? സന്ധ്യ നമ്മുടെ ക്ലാസ്സില് എന്താണ് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോഴ് നമ്മുടെ കുട്ടികള് നമ്മൾ പറയുന്നതനുസരിച്ച് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ ഇത് അവസ്ഥ? എന്താ പറയണ്ട ടീച്ചർ അല്ലെ? നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അല്ലെ? അവര് അറിയണുണ്ടോ, അവര് ശ്രദ്ധിക്കണുണ്ടോ എന്നൊക്കെ അല്ലെ? അതെ. അല്ലെങ്കിൽ നല്ല നമ്മൾ പറയുന്നത് മാത്രം ഇങ്ങനെ ഒരു പാസീവായിട്ട് അല്ലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ ഒരു കുട്ടികളാണെങ്കിൽ എന്താണ് നമ്മൾക്കൊരു എനർജി കിട്ടില്ല. അവര് തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾക്ക് ആ ക്ലാസ്സിന്റെ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അത് തന്നെയാണ് അല്ലേ? അതെ കേട്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളെന്താണ്, നിങ്ങൾ ഹൗസ് വൈഫ് ആയിരിക്കാം, ടീച്ചേഴ്സ് പല പല ജോബുകള് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം, എന്തായിരിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ എനിക്കൊരു 10th പഠിക്കുന്ന കുട്ടികൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന 10th പഠിക്കുന്ന കുട്ടികളെ പോലെയാണ് എനിക്ക് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ ശരി, എന്നാ അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഞാൻ ഈ വിച്ചിന്റെ പ്രയോഗം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോണ മനസ്സിലായി അല്ലെ? ഇനിയിപ്പോ ദാറ്റ് എന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ്. അപ്പോ ദാറ്റ് ആണെങ്കിൽ ഒരു സൂപ്പർലേറ്റീവ് ഫോം കണ്ടു കഴിഞ്ഞാല് എന്താണ് അപ്പൊ സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറഞ്ഞാല്? ഒരു സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറഞ്ഞു അല്ലെ? സൂപ്പർലേറ്റീവ് ഫോം എന്തായിരിക്കുള്ളൂ? ഈ വെർബുകള് എന്താണ് പോസിറ്റീവ് ഡിഗ്രി കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? യെസ് മാം. പോസിറ്റീവ് ഡിഗ്രി, പിന്നെ കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ്. ഇപ്പോ ഞാൻ പറയണ ഹീസ് എ ഗുഡ് അല്ലെ? ഹീസ് വെരി ഗുഡ് എന്ന് പറയണേ അല്ലെ? അപ്പൊ അതൊരു പോസിറ്റീവ് ഡിഗ്രിയാണ്, പോസിറ്റീവ് ആണ് അല്ലെ? ഇനി ഹീസ് ബെറ്റർ ദാൻ എന്ന് പറയുന്നത് അല്ലെ? ബെറ്റർ ദാൻ, ഹീസ് ബെറ്റർ ദാൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ബെറ്റർ ദാൻ എന്ന് പറയുമ്പോഴെന്ന് കമ്പാരറ്റീവ് ആണ് അല്ലെ? കമ്പാരറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു താരതമ്യപ്പെടുത്തലാണ് കമ്പാരിഷൻ എന്ന് പറയുന്നത് അല്ലെ? കമ്പാരറ്റീവ് അല്ലെ? ആ കമ്പാരിഷനിൽ നിന്നാണ് എന്ത് വന്നത്? കമ്പാരറ്റീവ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി വന്നത്. അപ്പൊ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എന്താന്ന് വെച്ചാൽ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വേറൊന്നും ഉണ്ടാവില്ല. ആ ഒരു സബ്ജക്റ്റ് വെർബ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് മാത്രം ഒരുപോലെ നമ്മൾ അവിടെ വരിക. അതാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസൺ അവിടെ വരികയാണെങ്കിൽ അപ്പോ അവനേക്കാൾ നല്ലതാണ് ഇവൻ. ഷീസ് അല്ലെങ്കിൽ ഹീസ് ബെറ്റർ ദാൻ രാജു എന്ന് പറയണ അല്ലെ? രാജുവിനേക്കാളും നല്ലതാണ് അവൻ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അല്ലെ എന്താണ് ഹിസ് ബെസ്റ്റ് എന്നൊക്കെ പറയൂലേ? ഏറ്റവും നല്ലത് എന്ന രീതിയിൽ നമ്മള് പറയുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർലേറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും മോശമായത് ഇറ്റ് വെരി വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെ? ഏറ്റവും മോശമാണ്. അതൊക്കെ എന്താണ്? അതിന്റെ ആ വെർബിന്റെ
ഏറ്റവും എന്താണ് മുകളിൽ നിൽക്കുന്ന വെർബിന്റെ രീതിയായിരിക്കണം ഇതിൽ വരുന്നത്, സൂപ്പർലേറ്റീവില് വരുന്നത്. ഓക്കെ ആയോ? ഷൈനി മാത്യു, ടീച്ചറെ എക്സ്ക്യൂസ് മീ മാം, ഒന്നുകൂടെ പറഞ്ഞു തരുമോ? എനിക്ക് ക്ലിയർ ആയില്ല. പറയാം. എന്താണ്, ആരാണ് ടീച്ചറെ വിളിച്ചത്? അതെന്നെ ചോദിക്കാൻ വന്നേ. അത് തന്നെയാണ് ചോദിക്കാൻ വന്നത് അല്ലേ? അനു ഒന്നും കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാൻ വന്ന, അപ്പോഴത്തേക്ക് ആ ചേച്ചി പറഞ്ഞു. എന്റെ ഒന്നും കൂടി പറഞ്ഞു തന്നെയില്ല. അയ്യോ ഇല്ലാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. പോസിറ്റീവ് ഒക്കെ എന്തായാലും പറഞ്ഞേരില്ലേ? ആ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞാട്ടോ. കൊഴപ്പില്ല. കുഴപ്പമില്ല അല്ലേ? ഇല്ല. ഇപ്പോ നമ്മുടെ വെർബിനെ അല്ലെ, നമ്മുടെ എന്താണ് വെർബല്ല കേട്ടോ മക്കളെ, അഡ്ജക്റ്റീവ് ഫോം ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, നാമവിശേഷണമാണ്, അഡ്ജക്റ്റീവ് ഫോംസ് ആണ് കേട്ടോ. ഈ അഡ്ജക്റ്റീവ് ഫോംസിനെ, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ അഡ്ജക്റ്റീവ്? നൗണിനെ വിശേഷിപ്പിക്കുന്ന. നൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെ. ഈസ് വെരി ഹാൻസം അല്ലെ. ആണുങ്ങൾക്ക് എന്താ ഉപയോഗിക്കുക? ആണുങ്ങളുടെ സൗന്ദര്യത്തിന് എന്താ ഉപയോഗിക്കാം? അവിടെ ബ്യൂട്ടിഫുൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? നോ അല്ലേ. അവിടെ എന്ത് ഉപയോഗിക്കാം? അല്ലേ. എന്താണ് വുമൺ അല്ലെ. സ്ത്രീകളാണെങ്കിൽ സ്ത്രീയുടെ സൗന്ദര്യത്തിനെയാണ് ഷീസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ ഈ അഡ്ജക്റ്റീവ് ഫോംസ് അല്ലെ. അപ്പൊ ഹി ഈസ് വെരി ഗുഡ് എന്നുള്ളത് എന്താണ്? ഇവിടെ എന്താണ്? ഒരു സബ്ജക്റ്റ് പ്ലസ് എന്തൊക്കെയാണ്? എന്താണ് ആ സബ്ജക്റ്റിന്റെ എന്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് ഫോമൂടെ കാണിക്കുന്നു അല്ലെ. അവിടെ വേറെ ഒന്നുമില്ല. ഹീസ് വെരി ഗുഡ് എന്നുള്ളത് പറഞ്ഞു. ചിലപ്പോ സ്മോൾ എന്നൊക്കെ ഉപയോഗപ്പെട്ടാ. ഹീസ് വെരി സ്മോൾ അല്ലെ. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സെന്റൻസ് അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ അവിടെ നമ്മൾ അത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി അപ്പൊ ആ ഡിഗ്രിയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലെ. ഹീസ് എന്താണ് ഹീസ് വെരി ഗുഡ് എന്നുള്ളത്. ഓക്കെ. ഇനി ഇതിന്റെ സൂപ്പർ എന്താണ്? ഇതിനെ കമ്പാരിസൺ ചെയ്തിട്ട് വരും അല്ലെ. ഹീസ് ബെറ്റർ ഹീസ് ബെറ്റർ ദാൻ. അപ്പൊ ഈ ബെറ്റർ ദാൻ എന്ന് എന്തിൽ ഉപയോഗിക്കും? കമ്പാരിറ്റീവ് ഡിഗ്രിയില് ഉപയോഗിക്കും. അവനേക്കാൾ അല്ലെ, അതിനേക്കാൾ അല്ലെ. എന്താണ്? താജ്മഹൽ ഈസ് ഗ്രേറ്റസ്റ്റ് ദാൻ കുത്തബ് മിനാർ. കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞത്? താജ്മഹൽ ഈസ് ഗ്രേറ്റർ ദാൻ കുത്തബ് മിനാർ എന്ന് പറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ താജ്മഹൽ ഈസ് ടാളസ്റ്റ് ദാൻ കുത്തബ് മിനാറിനെക്കാളും പൊക്കം കൂടിയതാണ് താജ്മഹൽ എന്ന് താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു കമ്പാരിസൺ ആണ് അല്ലെ. താജ്മഹലും കുത്തബ് മിനാറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ അവിടെ നടത്തിയത് അല്ലെ. ആ കമ്പാരിസൺ ആളുകളുടെ കാര്യത്തിലാകാം, വസ്തുക്കളുടെ കാര്യത്തിലാവാം, എന്തിലും ആകാം അല്ലെ. അപ്പോ ആ കമ്പാരിസൺ എന്തെന്ന് വിളിക്കുന്നത്? കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഓക്കെയാ? മനസ്സിലായി. ഇനി ഈ ബെറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ബെറ്ററിന്റെ ഏറ്റവും നല്ലത് എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോ 3 ഫോംസ് ആണ് അഡ്ജക്റ്റീവ് ഫോംസിന് വരുന്നത്. എന്താണ്? എന്തൊക്കെ ഫോമാണ് വരുന്നത്? ഈ ഫോമിനെയാണ് സൂപ്പർലേറ്റീവ്, ഏറ്റവും മികച്ചതെന്ന് പറയൂലേ, അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഏറ്റവും അതായത് ഏറ്റവും മികച്ചതാവാം, ഏറ്റവും എന്താണ് വേർഡുകളുടെ ഇതിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോ. വാക്കുകളുടെ ഇതിലെ 3 ഭാഗങ്ങൾ. അപ്പൊ 3 ഏറ്റവും മുകളിൽ കിടക്കുന്ന എന്താണ്? സൂപ്പർലേറ്റീവ് അല്ലെ. അത് കഴിഞ്ഞിട്ട് കമ്പാരിറ്റീവ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇങ്ങനെ പോണം കേട്ടോ.
ഏറ്റവും ആദ്യം വരേണ്ടത് പോസിറ്റീവ് കേട്ടോ. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിടക്കേണ്ടത് ഏതാണ്? സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത ക്ലാസ്സിലും വീണ്ടും പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ സ്മോൾ ആണെങ്കിലോ, സ്മോൾ എന്നത് ഏത് ഡിഗ്രിയാണ് ജിത? എന്താണ്? കമ്പാരിറ്റീവ് ആണോ മാം? കമ്പാരിറ്റീവ് ഞാൻ പറയാം. ഏറ്റവും ആദ്യത്തെ ഡിഗ്രി ഏതാ നമ്മുടെ? പോസിറ്റീവ് അല്ലെ? അപ്പൊ സ്മോൾ എന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സ്മോൾ പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇത് സ്മോളർ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ന് സ്മോളർ ദാൻ എന്നൊക്കെ ഉപയോഗിക്കും അല്ലെ? ഇതാണ് കമ്പാരിറ്റീവ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ് അല്ലെ? ഈ സ്മോളസ്റ്റ് ആണ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വേർഡ്സുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് വേർഡ്സുകൾ ഇങ്ങനെ പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ട്. ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മള് പക്ഷേ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? യു ഷുഡ് റെക്കഗ്നൈസ് ദിസ് സെന്റൻസ് ഈസ് സിറ്റുവേറ്റിംഗ് ഇൻ എ ഏതിലാണ് കിടക്കേണ്ടതെന്ന് പറഞ്ഞത്? സൂപ്പർലേറ്റീവ് ഫോം അല്ലെ? ഒരു സൂപ്പർലേറ്റീവ് ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ, സൂപ്പർലേറ്റീവ് ഫോംസ് ആണ് ഇതൊക്കെ കേട്ടോ. അതിൽ പെടുന്നതാണ് എന്റെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ. അപ്പൊ ഈ സൂപ്പർലേറ്റീവ് ഫോംസിലാണ് ഇത് കിടക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ദാൻ ഉപയോഗിക്കാം അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ ദാറ്റ് ഉപയോഗിക്കാം കേട്ടോ. ദാനല്ലേ, എന്നെ തിരുത്താൻ ആരും ഇല്ലല്ലോ ഇവിടെ. എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ദാനല്ല ടീച്ചറെ ദാറ്റ് അന്ന് എന്താ പറയാതിരുന്നത്? പറയാൻ വരുമായിരുന്നു. പറയാൻ വരുമായിരുന്നു അല്ലെ? അപ്പോ ദാറ്റ് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തിനു മുന്നിലായിട്ട് ദാറ്റ് ഉപയോഗിക്കാം? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ്. നമ്മൾക്ക് ഉപയോഗിക്കാം. എന്താണ്? ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ. He is the best speaker dash is available in Kerala. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറയട്ടോ. ഷാജീനയാണോ? ഷജീനയാണോ? സജ്ജിനയാണോ? അതെ, പറഞ്ഞോളൂ. ദാറ്റ് ഉപയോഗിക്കാം. കാരണം ഈ ബെസ്റ്റ് സ്പീക്കർ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ കേരള. എന്താണ് ഞാൻ ദാറ്റ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്നൊന്ന് പറഞ്ഞാൽ മതി. സൂപ്പർലേറ്റീവ് ആയിരുന്നു. സൂപ്പർലേറ്റീവ് വന്നു അല്ലേ? ബെസ്റ്റ് എന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്തുപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാം. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? ആ സമയത്ത് രേഷ്മ എന്താണ്? നെഹ്റീൻ പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോ മോളെ. മാം, ഈ ബെസ്റ്റ് മാത്രമേ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട്? ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. നിങ്ങൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? എന്താണ് കൊടുത്തോ? ബെസ്റ്റ് മാത്രമേ ഉള്ളൂ? ഇല്ലില്ല, ബെസ്റ്റ് മാത്രോ? ഒരുപാട് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഉണ്ട് കേട്ടോ.
ഇത് ഞാനൊരു ഉദാഹരണം കാണിച്ചു തന്നെന്ന് മാത്രമുള്ള ഒരെണ്ണത്തിന്റെ. ഓക്കെ. കേട്ടില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു സ്മോൾ സ്മോളർ സ്മോളസ്റ്റ്. അതേപോലെ ആ സ്മോളസ്റ്റ് അതില സൂപ്പർലേറ്റീവ് ആണ് അല്ലേ? അതുകൊണ്ട് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞത് വേഗം ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റർ ഗ്രേറ്റസ്റ്റ്. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് സൂപ്പർലേറ്റീവ് ആണ് അത് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വേഗം പോയി എന്ത് ചേർക്കുക? ദാറ്റ് ചേർക്കുക. മിക്കപ്പോഴും PSCയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. PSCയിലെ മിക്കപ്പോഴും വരും വിച്ച് അല്ലെങ്കിൽ ദാറ്റ് അവിടെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ ഞാൻ നേരത്തെ തന്നില്ലേ ഇത് റോഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരെണ്ണം തന്നില്ലേ, ഒരു ഉദാഹരണം തന്നില്ല. അപ്പൊ റോഡ് തന്നിട്ട് വേണമെങ്കിൽ ഡാഷ് ഇട്ടിട്ട് തരാം. അപ്പൊ എന്നിട്ട് അവിടെ ചോദിക്കാം ഹൂസോ ഹൂവോ ഹൂമോ വിച്ചൊക്കെ തരാം. ഇതിനകത്ത് ഏത് നിങ്ങൾ ചേർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇന്ന് വിച്ചല്ലെങ്കിൽ ദാറ്റ് അതിൽ ഏതെങ്കിലും വിച്ചല്ലെങ്കിൽ ദാറ്റ് ഏതെങ്കിലും ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് അവിടെ എഴുതുക. ഇനി കോമിട്ടാണ് ഇത് റോഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതാണ് നൗൺ കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ആ ഡാഷിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സന്ധ്യ ഒന്ന് മ്യൂട്ട് ചെയ്യണം മോളെ, ബാക്കി എല്ലാവർക്കും കേൾക്കാനുള്ളതല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? സന്ധ്യക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? ഡാഷ് ഇട്ടോടത്ത് എന്താണ് കോമ ഇട്ട് കണ്ടതിന് ശേഷം ഡാഷിന്റെ അവിടെ നമുക്ക് നമ്മള് അവിടെ ഓപ്ഷൻസിൽ ദാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചേർക്കാം? ദാറ്റ് അല്ല, ദാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ചേർക്കാൻ പാടുണ്ടോ? ഇല്ല. ആ പകരം എന്ത് ചെയ്യാം? അവിടെ വിച്ച് കണ്ടാലും വിച്ച് ഉപയോഗിച്ചോണം. ഇനി അഥവാ ആ സെന്റൻസിലെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ ഓടിച്ചെന്ന് എന്തെടുക്കണം? ദാറ്റ് എടുക്കണം. ഒരു എലിമിനേഷൻ പ്രോസസ്സ് തന്നെ നിങ്ങൾ അവിടെ നടത്തേണ്ടി വരും അല്ലെ? വേണ്ട, പൂ വേണ്ട, തെറ്റിടുക പൂവിനെ. പൂം അതും അവിടെ ശരിയാവില്ല എന്നറിയാം അല്ലെ? പൂസ് വന്നിട്ടുണ്ടോ? പൂസ് ചേരുമോ അതിനകത്ത്? ചേരില്ല, അതും വെട്ടിക്കളയാ. പിന്നെ വരുന്നത് ആരായിരിക്കും? ദാറ്റ് ആണെങ്കിൽ ദാറ്റ് അങ്ങോട്ട് ശരിയിട്ട് വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഇനി അടുത്തതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. എവരിബഡി, everyone, nobody, no one, nothing, much, any, all, little, only, same. ഈ ഇവയൊക്കെ കണ്ടു കഴിഞ്ഞാല് അല്ലെ നമ്മുടെ മനസ്സിൽ ഈ എന്താണ് ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഉറപ്പിച്ചു വെക്കണം. എവരിബഡി, എവരിവൺ, നോബഡി, നോ വൺ, നത്തിങ്, മച്ച്, എനി, ഓൾ, ലിറ്റിൽ, ഓൺലി, സെയിം. ഇവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടി ചെന്ന് ആരെ പിടിച്ചോളണം നിങ്ങള്? ദാറ്റിനെ. അല്ലേ? ദാറ്റിനെ ചെന്ന് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കണം. കേട്ടില്ലേ? അപ്പൊ ഏതൊക്കെ വാക്കുകൾ കണ്ടു കഴിഞ്ഞാലാണ് വേഗം ചെന്ന് രേഷ്മ ചെന്ന് ദാറ്റിനെ പിടിച്ചെടുക്കുന്നതിന്റെ? രേഷ്മ ഏതൊക്കെ വാക്കുകൾ കഴിഞ്ഞാൽ ഓടി ചെന്ന് ദാറ്റിനെ പോയിരിക്കും? വായിക്കൂ അവിടെ. വായിച്ചോ രേഷ്മ? വായിക്കോ? അയ്യോ രേഷ്മ രേഷ്മ പറയുന്നത് പറ്റില്ല, ക്ലിയർ അല്ല രേഷ്മ.
രേഷ്മ വായിക്കട്ടെ. രേഷ്മ മിസ് ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മോളെ അതെ, ഇപ്പൊ ഈ ഇതാക്കട്ടെ, എന്നിട്ട് ചോദിച്ചോളൂ, എന്നിട്ട് ചോദിച്ചോളൂ. രേഷ്മ ചെയ്യൂ. ആ ചോദിച്ചോ. മിസ് ഇപ്പൊ പറഞ്ഞ ഈ വേർഡ്സ് ഉണ്ടല്ലോ, ഈ വേർഡ്സ് വന്നാ ദാറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്താ പറയാ, ഡാഷിന് മുന്നേ വരുന്നതാണോ അങ്ങനെ? ഈ വേർഡ് കണ്ടു കഴിഞ്ഞാല് ഡാഷൊക്കെ ഡാഷിന് മുന്നിൽ എന്താണ് എവരിബഡി എന്നൊക്കെ പറഞ്ഞല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എവരി വൺ പ്ലീസ് കം എന്നൊക്കെ പറയണേ അല്ലേ. എവരി വൺ ഡാഷ് എന്നൊക്കെ പറഞ്ഞേ തരുള്ളൂ മിക്കപ്പോഴും, കേട്ടോ. അത് ഞാൻ പറയാം കേട്ടോ. എവരിബഡിയിൽ ഇതിന്റെ കൂടെ ചില വേർഡുകളുടെ ഒപ്പം നമുക്ക് പോയും ചേർക്കാം കേട്ടോ. ദാറ്റ് മാത്രമല്ല പോയും ചേർക്കാം, പറയാം കേട്ടോ. ആ അങ്ങനെയാണെങ്കിൽ ഒരാ എന്താണ് ഷെറിൻ ഫാസ്നി ഒന്ന് വായിച്ചേ മോളെ. ഏതൊക്കെ വേർഡിന്റെ ഒപ്പം ഏതൊക്കെ വേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ചേർക്കാം? എവരിബഡി, എവരിവൺ, നോബഡി, നോ വൺ, നത്തിങ്, മച്ച്, എനി, ഓൾ, ലിറ്റിൽ, ഓൺലി, സെയിം. ഓക്കെ. അല്ലെ, ഒരു ഫേമസ് പ്രോവർബാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഷജീന, ഞാൻ എന്ത് ചേർക്കണം അവിടെ? ഞാൻ എന്ത് ചേർക്കണം അവിടെ? ദാറ്റ്. കാരണം എന്താ? കാരണം എന്താ? ഓളില്ലതുകൊണ്ട്. ഓൾ ഉണ്ട് അല്ലേ. All that glitters is not gold. എന്തുകൊണ്ടാണ് അപ്പൊ അവിടെ ദാറ്റ് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓള് വന്നുകൊണ്ടാണ് ദാറ്റ് വന്നത്. അതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ചില പദങ്ങളുണ്ട്, ചില ഈ പറഞ്ഞ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ചേർക്കാം. ഇനി ചില എക്സെപ്ഷൻസ് കേസസില് എവരിവൺ, എവരിബഡി, nobody, no one, all. ഈ 5 വേർഡുകളില് ദാറ്റ് മാത്രം യൂസ് ചെയ്തോളണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലായോ? ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ. എവിടെ അവിടെ ഇത് മാത്രം ചേർക്കാൻ പാടില്ല, അങ്ങനെ ചേർക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു കുറച്ച് നിയമങ്ങള് ഉണ്ട് അല്ലെ. അതാണല്ലോ നമ്മൾ പഠിച്ചത്. എന്ത് പഠിച്ചത്? ഗ്രാമറിന്റെ ഒരു അല്ലെ, എന്താണ് ജനറൽ റൂൾസ് അല്ലെ. ജനറൽ ആയിട്ടുള്ള റൂൾസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആൻഡ് മാനേഴ്സ് അല്ലെ. ഒരു മാനേഴ്സ് ഉണ്ട് അതിന് അല്ലെ. അത് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെ മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്? റീസൺസിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ റീസൺസ് അല്ലെ. കാരണങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? റീസൺസിനനുസരിച്ച് അത് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ആ മാനേഴ്സും ഒരു പറയുന്ന എന്താണ് റൂൾസും അല്ലെ. ചില നിയമങ്ങളും അതിന്റെ മാനേഴ്സും ചില ഘട്ടങ്ങളിൽ അല്ലെ, ഇൻ എനി കേസസ് അല്ലെ, ഏതെങ്കിലും ഒരു കേസസില് അല്ലെ, എന്തിനനുസരിച്ച്? അക്കോർഡിംഗ് ടു ദ റീസൺസ് അല്ലെ. റീസൺസിനനുസരിച്ച് ദാറ്റ് വിൽ ബി ചേഞ്ച് അല്ലെ, ദാറ്റ് വിൽ ബി മോഡുലേറ്റഡ്. അത് എന്ത് ചെയ്യപ്പെടും? മോഡുലേറ്റ് ചെയ്യപ്പെടും. അത് തന്നെയാണ്, ആ ഒരു തിയറി തന്നെയാണ് ഇവിടെയും വരുന്നത്. എവരിവൺ, എവരിബഡി, നോബഡി, നോ വൺ, ഓൾ എന്ന് പറയുന്ന ഇത്രയും വേർഡുകൾ കണ്ടു കഴിഞ്ഞാല് നിങ്ങള് ദാറ്റ് മാത്രം യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് you can use
another relative pronoun, that is who. എന്താണ്? Who. എന്താ ചേർക്കാൻ പറ്റുന്നത്? Who. Who എന്നത് ചേർക്കാം. Okay. മാം ഇപ്പോ ഈ എവ്രി വൺ, എവരിബഡി, നോബഡി, നോ വൺ, ഓൾ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ ഹൂ മാത്രം വരുള്ളൂ. ആ വരുള്ളൂ. ഓക്കെ ഓക്കെ. അത്രയും ചേർക്കാനുള്ള ഇതേ ഉള്ളൂ കേട്ടോ. ഉദാഹരണം, everyone of the students dash published the seminar must come. ഇതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ അർത്ഥം എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെ, എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് പബ്ലിഷ്ഡ് ദ സെമിനാർ മസ്റ്റ് കം അല്ലെ. എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത് ശ്രീലക്ഷ്മി കെ.വി.? ശ്രീലക്ഷ്മി കെ.വി. ആ ഒന്ന് മലയാളത്തിൽ എന്താണ് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയേ. തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല കേട്ടോ. അതെ, ഒന്ന് ശ്രമിക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. സ്റ്റുഡൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റിദ്ധരിക്കരുതേ. എനിക്ക് അവിടെ എഴുതാനായിട്ട് അവിടെ ഇതുണ്ടായില്ല, സ്പേസ് ഉണ്ടായില്ല, അതുകൊണ്ടാണ്. നിനക്ക് അനു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞോട്ടെ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മാത്രം സംശയം ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞോളൂ ശ്രീലക്ഷ്മി, പറഞ്ഞോ. ശ്രീലക്ഷ്മി പോയോ? എവിടെ പോയി ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി കെ.വി. ലെഫ്റ്റ് ആയി എന്ന് തോന്നുന്നു മാം, കാണുന്നില്ലല്ലോ. കാണുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ ശ്രീലക്ഷ്മി. പോയോ? ആ അന്ന് വേറൊരു ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി എം. ആ ഉണ്ട്, ശ്രീലക്ഷ്മി കെ.വി. വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി കെ.വി. പറഞ്ഞോളൂ ഒന്ന്. പോയോ വീണ്ടും? ആ സരീഷ് എവിടെ സരീഷ്? ഇതെന്താണ് ആരും വരാത്ത? ഷെയ്ഫ മാലിക്. ടീച്ചറെ ഞാൻ വരട്ടെ? ഷെയ്ഫ വരാമെന്ന് നോക്കട്ടെ. ഞാൻ വിളിക്കുന്ന ആള് വരിക, ഇങ്ങോട്ടേക്ക് വരിക. സുഭാഷ് ലെഫ്റ്റ് ആയി തോന്നുന്നു മാം. സുകന്യ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, കുറെ പേര് ലെഫ്റ്റ് ആയോ? ആ എന്നാ നെഹ്റീൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. നെഹ്റീൻ ഞാൻ പറഞ്ഞാ മതിയോ മാം? ആ പറഞ്ഞോ. സെമിനാർ പബ്ലിഷ് ചെയ്യുന്ന എല്ലാവരും ഉറപ്പായിട്ടും വരണം. എവരി വൺ ഓഫ് ദി സ്റ്റുഡന്റ് പബ്ലിഷ്ഡ് ദി സെമിനാർ മസ്റ്റ് കം അല്ലേ? അപ്പോ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ദാറ്റ് പബ്ലിഷ് ദ സെമിനാർ മസ്റ്റ് കം എന്നും നമ്മൾക്ക് ഉപയോഗിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് we can use every one of the students who published the seminar
മസ്റ്റ് കം സെമിനാർ അല്ലേ? മസ്റ്റ്. അങ്ങനെയും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ ആയോ ഓക്കെ എല്ലാവരും? മാം. ഓക്കെ, ക്ലിയർ ആയി. ക്ലിയർ ആയല്ലോ? അനു, എന്താ സംശയം ചോദിക്കാൻ വന്നേ? ഞാൻ അതിനെ ചോദിക്കാൻ വന്ന അപ്പോ ടീച്ചർ ആ ചേച്ചി പറഞ്ഞു അല്ലേ? ഓക്കെ, ഉത്തരം കിട്ടിയാലോ? ഓക്കെ കിട്ടി. മാം ഒരു എക്സാമ്പിൾ കൂടി തരുമോ? മനസ്സിലായില്ലേ? എന്താ? കുറച്ചുകൂടി തരാം എക്സാമ്പിൾസ് കേട്ടോ. തരുമോ? ഞാൻ എന്തായാലും നിങ്ങളുടെ ഒരു എക്സാമ്പിൾ കൂടി എക്സസൈസില് ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾസ് തന്നേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. മാം ഒരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ ആളിനകത്ത് ഹൂവും ദാറ്റും ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ? എവരിവൺ, എവരിബഡി, നോബഡി, നോവൻ, ആൾ. അത് വന്നാൽ ഹൂവും ദാറ്റും ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ എങ്ങനെയാ ഇവിടെ നമ്മൾ മസ്റ്റ് കം ആയോണ്ടാണോ നിർബന്ധമായിട്ടും? എന്നാണ് നമ്മളൊരു എന്തിനെ കുറിച്ചാ പറയണത് അവിടെ? അത് ഗ്ലിറ്റേഴ്സ് മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോ നമ്മളവിടെ എന്തായിട്ടാണ്, നമ്മളൊരു വസ്തുക്കളായിട്ടാണല്ലോ നമ്മളവിടെ പറഞ്ഞത്. ഓൾ ദാറ്റ് ഉപയോഗിക്കും. അപ്പൊ ദാറ്റ് ഉപയോഗിക്കും. അപ്പൊ എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അവിടെ ദാറ്റ് ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വന്നത് ആരാ? തന്നെയാണ് അല്ലെ? എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് എന്നാണല്ലോ അല്ലെ? ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ ആണല്ലോ. നമുക്ക് അവിടെ ഏറ്റവും ചർച്ച എന്ന് പറയുന്നത് ഹൂ തന്നെയാണ്. അപ്പൊ വേണമെങ്കിൽ എന്ന രീതിയിൽ ആണ് അവിടെ. ആസ് യു ലൈക്ക് അല്ലെ? ആസ് യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടം പോലെ ആസ് യു ലൈക്ക്, അല്ലെങ്കിൽ ഇൻ ദ റൂൾ ഓഫ് ദ ഇംഗ്ലീഷ് ഗ്രാമർ യു ക്യാൻ യൂസ് ഹൂ ആൻഡ് ദാറ്റ് in which words അല്ലെ? എവരിബഡി, everyone, nobody, no one, all. These 5 words are present in that sentence. You can use who or that. മാം അതെ, അപ്പൊ എക്സാം ഹൂ അല്ലെങ്കിൽ ദാറ്റ് യൂസ് എന്തായാലും ആമീന കുറച്ചും കൂടി എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം അടുത്ത ക്ലാസ്. ഡൗട്ട്, എക്സാമിന് ഇപ്പൊ ഹൂ അല്ലെങ്കിൽ ദാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ ശരിയാവോ തെറ്റാവോ? അത് ഞാൻ എന്തായാലും കുറച്ച് എക്സാമ്പിൾസ് കൂടി ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ചിട്ട് ഇപ്പോ അതില് എങ്ങനെ വന്നാലും ഓപ്ഷനിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റേ വരുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചേർത്തോ. ഈ വേർഡ് കാണുമ്പോൾ എക്സാമിന് മിക്കവാറും ഞാൻ പറഞ്ഞ വിച്ചും ദാറ്റും ചോദിക്കലേ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വിച്ചും ദാറ്റിലും ആയിരിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക നിങ്ങൾ എല്ലാവരും. അവർക്ക് അതിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് വരാം. അതൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചു വെക്കുക. ഇത് വരില്ല എന്നല്ല, വരണമെങ്കിൽ തന്നെ ഒന്നില്ലെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ പൂവായിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ ആയല്ലോ എല്ലാവർക്കും? ഇനി കൂടുതൽ എക്സാമ്പിൾസ് അടുത്ത ക്ലാസ്സില് ഞാൻ എന്തായാലും തന്നിരിക്കാം. നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ. ഒന്നുകൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് സംശയമൊക്കെ മാറുമല്ലോ. അപ്പോ അടുത്ത ക്ലാസ്സില് എല്ലാവരും എന്ത് ചെയ്യാ, വിളിക്കുമ്പോ എല്ലാവരും ഒന്ന് വരിക, റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. മാം ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം PSCക്ക് കാണാറുണ്ട് മാം. കാണാറില്ലേ? ഞാനപ്പോ നിങ്ങൾക്ക് അങ്ങനെയാ തരുന്നത്. നിങ്ങൾക്കും ഒരു പ്രയോജനം വേണമല്ലോ. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളവരാണല്ലോ. അപ്പൊ നിങ്ങൾ PSC അറ്റൻഡ് ചെയ്യേണ്ടവരല്ലേ? നിങ്ങൾക്ക് അത് ആവശ്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ആ ബേസിൽ തന്നെ തന്നത് കേട്ടോ. ചിലത് കാണുമ്പോ കൺഫ്യൂഷൻ വരാറുണ്ട്. കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ എന്താണ്, നമ്മള് കറക്റ്റ് ആയിട്ട് ഈ ഒരു നിയമങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ മാറും കേട്ടോ മാധേവി. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ തരുമ്പോ ഈ ഡൗട്ട്സ് ഒക്കെ മാറിക്കോളും കേട്ടോ.
Okay. ഓക്കെ ഓക്കെ മാം. താങ്ക് യു മാം. മാം താങ്ക് യു. ഓക്കെ അടുത്ത ക്ലാസ് ഉണ്ടോ? ഓക്കെ ശരി എന്നാ. Okay, thank you, ma'am. ഓക്കെ.